കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച നടന്നിരിക്കുന്നു. 2 കോടി രൂപ മൂല്യമുള്ള സ്വർണം മോഷണം പോയതായി ഗൗരി ലക്ഷ്മിബായി പോലീസിൽ പരാതി നൽകി. അലമാരയിൽ സൂക്ഷിച്ച ആഭരണങ്ങളാണ് മോഷണം പോയത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് പരാതിയിലുള്ളത്. അക്ഷയ കൃഷ്ണാനന്ദ് കവടിയാർ കൊട്ടാരത്തിന് മുന്നിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. അക്ഷയ, ഈ മോഷണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ വിശദാംശങ്ങൾ നേരത്തെ നമ്മൾക്ക് മുഴുവനായി ലഭിച്ചിരുന്നില്ല. അപ്പോൾ എപ്പോഴാണ് ഈ മോഷണം നടന്നിട്ടുള്ളത്, എന്തൊക്കെ സാധനങ്ങളാണ് പോയത് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ ഗൗരി ലക്ഷ്മിബായിയുടെ പരാതിയിൽ പറയുന്നുണ്ടോ? അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി മിനിഞ്ഞാന്നാണ് ഈ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. ആദ്യം സിറ്റി പോലീസ് കമ്മീഷണർ കെ കാർത്തിക്കിനാണ് അവരിങ്ങനൊരു വിവരം പങ്കുവച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് വന്ന് അന്വേഷണം നടത്തുകയായിരുന്നു. ഇതിന്റെ ഒരു സംഭവം പശ്ചാത്തലം നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അതിങ്ങനെയാണ്. 2025 നവംബറിലാണ് സംഭവം നടക്കുന്നത്. അതായത് ഗൗരി ലക്ഷ്മിബായി ഒരു സ്വകാര്യ യാത്രയുമായി ബന്ധപ്പെട്ട് ബാംഗ്ലൂരിൽ പോകുന്നു. ബാംഗ്ലൂരിൽ പോയതിനു ശേഷം തിരിച്ചെത്തിയ ശേഷം അലമാരയിലെ ഒരു ആവശ്യത്തിനായി അലമാര തുറന്നു നോക്കുമ്പോൾ ആഭരണങ്ങൾ കാണുന്നില്ല. ആ സമയത്ത് ഈ കൊട്ടാരത്തിനകത്തേക്ക് പുറത്തു നിന്ന ആൾക്കാർക്ക് പ്രവേശനമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും രാജകുടുംബത്തിൽ ആരെങ്കിലും എടുത്തതാണോ എന്നുള്ള രീതിയിലുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കുന്നു. അത്തരത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം രാജകുടുംബത്തിൽ ആരും തന്നെ ഈ ഒരു ആഭരണം കയ്യിൽ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പായതിനു ശേഷം പക്ഷേ എവിടെയാണ് ഈ ആഭരണം പോയത് എന്നുള്ള കാര്യമാണ് പിന്നീട് അന്വേഷിച്ചത്. അങ്ങനെയാണ് ഈ ഒരു വിവരം പോലീസിലേക്ക് കൈമാറുന്നത്. ആദ്യം സിറ്റി പോലീസ് കമ്മീഷണറെ വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്, ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏകദേശം 2 കോടിയോളം രൂപ വരുന്ന ഒരു അത്രയും ശേഖരമുള്ള വിലപിടിപ്പുള്ള മൂല്യമുള്ള ഒരു ആഭരണ ശേഖരമാണ് നഷ്ടമായത് എന്നുള്ള വിവരം കെ കാർത്തിക്കിനെ അറിയിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് പോലീസ് എത്തി, പേരൂർക്കട പോലീസ് എത്തി അന്വേഷണം നടത്തിയപ്പോൾ പോലീസിനും മനസ്സിലായ ഒരു കാര്യം, രാജകുടുംബത്തിലെ ആരും തന്നെ ഇത് കൈവശം വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലൊന്നും തന്നെ ഈ ആഭരണം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി. അതിനുശേഷമാണ് പോലീസ് പരാതി രേഖപ്പെടുത്തുന്നത്. അതായത് എഫ്ഐആർ ഇട്ടത് ഇന്നലെയാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയത്. എന്തായാലും ഈ കാര്യത്തിൽ അന്വേഷണം നടന്നു വരികയാണ്. ഇത് വളരെ സ്വകാര്യമായിട്ട് തന്നെ രാജകുടുംബം കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണ്. ഈ കൊട്ടാരത്തിനകത്തേക്ക് പുറത്തു നിന്ന് ആർക്കും തന്നെ പ്രവേശനമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എവിടെ പോയി എന്നുള്ളതാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ നടന്നു വരികയാണ്. ഏതാണ്ട് 2 കോടി മൂല്യമുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളാണ് നഷ്ടമായിട്ടുള്ളത്. അതിനകത്ത് തന്നെ വജ്രമുണ്ട്, അതുപോലെ തന്നെ സ്വർണ്ണമാലകൾ, കമ്മലുകൾ, പാദസരങ്ങൾ, വളകൾ, പതക്കം, മാട്ടി, കുതിരപ്പവൻ തുടങ്ങിയിട്ടുള്ള നാണയങ്ങളെല്ലാം തന്നെയുണ്ട്. അത്തരത്തിൽ വിലപിടിപ്പുള്ള ഒരു വലിയ രീതിയിൽ വിലപിടിപ്പുള്ള ശേഖരമുള്ള ഒരു ഇതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് നവംബർ മാസത്തിലാണ് ഈ സംഭവം രാജകുടുംബത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്നുള്ളതാണ് അതിനകത്തുള്ള മറ്റൊരു വസ്തുത എന്നുള്ളത്. ഒരു പ്രാഥമിക അന്വേഷണം പോലീസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ആരെങ്കിലും ചോദ്യം ചെയ്യുക, അത്തരം നടപടികളിലേക്കൊക്കെ പോലീസ് ഒരു പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി കടന്നിരുന്നോ? അക്ഷയ, കേൾക്കാമോ? പറഞ്ഞോളൂ. അക്ഷയ, ഇത് ഏതെങ്കിലും തരത്തിലൊരു പ്രാഥമിക ചോദ്യം ചെയ്യലിലേക്ക്, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോലീസ് കടന്നിട്ടുണ്ടോ? അങ്ങനെ ചോദ്യം ചെയ്യൽ എന്നുള്ളൊരു രീതിയിലേക്ക് പോയിട്ടില്ല. അതായത് ആദ്യം കുടുംബം ഉന്നയിച്ചത് അവരുടെ രീതിയിൽ തന്നെ അവരൊരു അന്വേഷണം നടത്തിയിരുന്നു. കാരണം വളരെ സ്വകാര്യമായിട്ടുള്ളൊരു മേഖലയിലാണ് ഇവിടെ കവടിയാർ കൊട്ടാരം. അവരുടെ അധീനതയിലാണ് കൊട്ടാരമുള്ളത്. പുറത്തുനിന്ന് ആൾക്കാർക്ക് പ്രവേശനമില്ല. എല്ലാ തരത്തിലുള്ള സുരക്ഷയും ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഇത് നഷ്ടമാവുക എന്നുള്ളൊരു ചോദ്യമാണ് രാജകുടുംബത്തിന് മുന്നിൽ നിലനിൽക്കുന്നത്. അവരുടേതായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി. ഇവിടെയുള്ള ആരെങ്കിലും കൈവശം വെച്ചിട്ടുണ്ടോ, എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് അത് എടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ അവിടെ തന്നെ ഒരു അന്വേഷണം നടത്തുകയുണ്ടായി. ആ കാര്യത്തിലൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെടാതെ വന്നപ്പോഴാണ് പിന്നീട് പോലീസിനെ സമീപിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം. എന്തായാലും അതിനുശേഷം സിറ്റി പോലീസ് കമ്മീഷണറെ രാജകുടുംബം ഗൗരി ലക്ഷ്മിബായി വിവരം അറിയിച്ചത് ശേഷം പേരൂർക്കട പോലീസ് എത്തി പ്രാഥമികമായിട്ടുള്ള രീതിയിൽ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലും തെളിഞ്ഞത് രാജകുടുംബത്തിന്റെ കൈവശമില്ല, കൊട്ടാരത്തിൽ ഈ ഒരു വിലപിടിപ്പുള്ള അമൂല്യശേഖരമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇല്ല എന്നുള്ള ആ ഒരു തെളിവ് പോലീസിനും ലഭിച്ചു. അതിനുശേഷമാണ് പോലീസ് എന്തായാലും എഫ്ഐആർ രേഖപ്പെടുത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തി വരികയാണ്.